എന്നാലും എന്റെ പ്രസിഡന്റ്, തെലുങ്ക് പടത്തിലൊക്കെ എൻ ടി രാമറാവു അവതരിക്കുന്ന പോലെ സാക്ഷാൽ ദൈവത്തെ പോലെ അല്ലേ നമ്മുടെ ലൈൻമാൻ ഇവിടെ അവതരിച്ചത്? അവൻ വന്നില്ലായിരുന്നെങ്കിൽ തിരുമേന്റെ മുമ്പിൽ എന്റെ മാനം കംപ്ലീറ്റ് പോയാനെ. വലിയ തിരുമേനി ഒരു പാവമാണ്. ആ അനിയൻ തിരുമേനി പണ്ടാരത്തിനെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഓ, ഓർത്താ ഇപ്പോഴും പേടിയാവുന്നു. കാലൻ ആ പട്ടാളം വാസു പാവം കുറെ കാലത്തിന് ശേഷം നാട്ടിൽ വന്നതാ. അയാൾ ആ കലങ്കിൽ ഇരിക്കുമായിരുന്നു. ഏത് അനിയൻ തിരുമേനി, നീ അവിടെ ഇരിയടാ. അനിയൻ തിരുമേനിയെ കണ്ടാൽ എഴുന്നേൽക്കാത്തവർ ഈ പ്രദേശത്ത് ആരുമില്ലടാ. നീ പട്ടാളത്തിലായിരുന്നു എന്നുള്ള അഹങ്കാരമായിരിക്കും. ഒരു കാര്യവുമില്ല, അവൻ അയാളെ കണ്ട് എണീറ്റില്ലാത്രേ. ഈ പെണ്ണുമ്പുള്ള ഒറ്റ ഒരുത്തി കാരണമാ ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ലാത്തത്. അവരെന്ത് ചെയ്തിട്ടാ? അവര് കാരണം ലൈമേ അങ്ങ് വന്നില്ലേ? വെറുതെ ഇരിക്കട്ടോ. പച്ചമുളക് നീ മിണ്ടാണ്ടിരിക്കുന്നേ. കാബേജ് ചുമ്മാരി മതിയാ. മോശം കൊറണ്ടമ്മായി നിന്റെ വേഗം എടുക്കണോ? ഏയ്, എന്താ ഇത്? അതെ, ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. എന്ത് പറ്റിയെന്ന് പറയൂ. പുതിയ ആളാ? ആള് പഴയത് തന്നെ, ഇവിടെ ഇപ്പൊ പുതിയ ആണെന്നേ ഉള്ളൂ. ഒരു കാറ്റ് വന്നാ മതി, അപ്പൊ കറണ്ട് പോവും. പിന്നെ ഈ പാടാ പോസ്റ്റ് കുലുക്കണം കറണ്ട് വരാൻ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ കുലുക്കേ? എപ്പോഴും എങ്ങനെയാ, കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വരുന്നുണ്ടല്ലേ? ഇവിടെ പല സ്ഥലത്തും കറണ്ട് വരാറേ ഇല്ല. ഏയ്, ഇത് നോക്കിട്ട് പോ. എന്ത് നോക്കാനാ? ജാംബോന്റെ കാലത്തെ കണക്ഷനാ. ഏയ്, അത്ര പഴക്കൊന്നുമില്ല. അന്നൊന്നും ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. പഠിക്കാൻ ബുക്ക് തുറക്കേണ്ട താമസം. അപ്പൊ വരും കാറ്റ്, കറണ്ടും പോവും. പ്ലീസ് ഒന്ന് നോക്കിട്ട് പോവൂ. ആ, ഏതായാലും ഞാനൊന്ന് നോക്കാം. താൻ അവിടെ പോയിന്നില്ലേ? കറണ്ട് വന്നാ പറയണം. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോളേ? ആണടാ, എനിക്ക് വട്ട് തന്നെയാ. നിന്നോട് ആര് പറഞ്ഞു പോസ്റ്റ് കയറാൻ? അതെ, നിങ്ങളുടെ അനുഭവമൊന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. അയ്യടാ, താൻ എവിടുത്തെ ലൈൻമാൻ ആയാലും കൊള്ളാം. തന്റെ ലൈനൊന്നും ഇവിടെ വേണ്ട. പോസ്റ്റ് കയറിയിരുന്ന് എന്റെ മക്കളുടെ നേരെ കണ്ണും കൈയും കാണിച്ചാലുണ്ടല്ലോ, എറിഞ്ഞിട്ട് കണ്ണാൻ പൊട്ടിക്കും. അമ്മേ, എന്താ അമ്മ ഇത്? ഞാൻ പറഞ്ഞിട്ട് ഇയാൾ പോസ്റ്റ് കയറിയത്. തള്ളേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോസ്റ്റ് കയറുന്ന ലൈൻമാന്റെ പണിയാ. ആവശ്യമുണ്ടെങ്കിൽ അവൻ ഏത് പോസ്റ്റിലും കയറും. ഒരു ലൈൻമാന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ IPC 48A ബ്രീച്ച് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായോ? അമ്മ അറിയാതെ. എന്താ അറിയാതെ? നീ ബോഡിയകത്ത് ഒന്നിങ്ങോട്ട് മാറിയേ. അമ്മ, കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. അയാൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. വരും വരും, കാറ്റടിക്കുമ്പോ വരും. ഇതേ ലൂസ് കോണ്ടാക്റ്റാ. അമ്മയ്ക്ക് സമാധാനമായല്ലോ അയാളെ പറഞ്ഞു വിട്ടപ്പോ. പോട്ടടി, ഒരു ലൈൻമാൻ പോയാൽ വേറെ ഒരുത്തം വരും. അതും അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ വരും. വരും വരും. ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് വരും. ആരെ കണ്ടാലും അമ്മയ്ക്ക് ഇപ്പൊ സംശയ. അതേടി, എനിക്ക് ഇവന്മാരെ സംശയം തന്നെയാ, പ്രത്യേകിച്ച് ഈ ലൈൻമാൻമാരെ. ആ പുഴയോരത്തു വന്നു നിന്ന് പേടമാൻ കണ്ണാടി നോക്കയായി,
പൂമരക്കൊമ്പത്തു നിന്നു രണ്ട് പൂങ്കിളികൾ പാറി പറന്നുപോയി. ഇതാണ് കവിത. അനശ്വരമായ അനുഭൂതികളും കൊണ്ട് കവിയുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് അനുവാചക ഹൃദയങ്ങളിലേക്ക് അനർഗളം പ്രവഹിക്കുന്ന അനന്തമായ ആകാശഗംഗ. അതായിരുന്നു ചങ്ങമ്പുഴ കവിത. ഇന്നലെ രാത്രി ഞാനൊരു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങി. ഒരു കൊച്ചു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങാൻ ചങ്ങമ്പുഴയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചങ്ങമ്പുഴ കവിതകൾ അനശ്വരമാണ്, അത് അനിർവചനീയമാണ് എന്ന്. നീ മറഞ്ഞാലും മായുകില്ല നീലക്കുയിലേ നിൻക. ഈ അവർ ക്ലാസ് ഏതാ കുട്ടി? മലയാളത്തിലെ ആധുനിക കവിത. എടോ പ്രേമേന്ദ്ര, തനിക്ക് ഈ ചങ്ങമ്പുഴയല്ലാതെ മറ്റൊന്നും എടുക്കാനില്ലേ? നേരം വെളുത്താ തുടങ്ങും ചങ്ങമ്പുഴയുടെ പ്രേമസങ്കല്പം, ചങ്ങമ്പുഴയുടെ ആനസങ്കല്പം. തിരുമേനി, ഈ ചങ്ങമ്പുഴയെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഇന്ന് അത്യന്താധുനികരെന്ന് പറഞ്ഞ് നടക്കുന്നവർ മുഴുവൻ തുടങ്ങുന്നത് ചങ്ങമ്പുഴയിൽ നിന്നാണ്. തലകുത്തി നിന്ന് എഴുതിയാലും ഒരിക്കലും ഒരു ചങ്ങമ്പുഴയാകാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇവിടെ ആധുനികവും അത്യന്താധുനികവും ഉണ്ടാവുന്നത്. പക്ഷേ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയും ചങ്ങമ്പുഴ കവിതകൾക്ക് വേണ്ട, താൻ ചങ്ങമ്പുഴയാണെന്ന് എന്നെ അങ്ങ് വിശ്വസിച്ചോളൂ. പക്ഷെ ഇവിടെ വേണ്ട, മനസ്സിലായില്ലേ? സിലബസിലേത് മാത്രം അങ്ങോട്ട് എടുത്താൽ മതി. സിലബസ് തുടങ്ങിക്കോളൂ. തഴുകി തഴുകി എൻ ആത്മാവിനുള്ളിൽ വിസ്കിതൻ പുഴയായിട്ടൊഴുകന്റെ പെണ്ണെ, ഒരു നുള്ളു കഞ്ചാവ് ബീഡിതനുള്ളിലെ പുകയായിട്ടെരിയൂ നീ എന്റെ പെണ്ണെ. നിർത്തണോ? എന്തു പറ്റി? ഇതാണല്ലോ കവിത. ഇതാണ് ആധുനികം. ഇത് വേണോ? അതോ ഇന്നലെ രാത്രി ഞാനൊരു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങി, ഈ പോയതാണ് അത്യന്താധുനികം. നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു അല്ലേ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ എന്താ ഇവിടെ? ഞാനിവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോയിൻ ചെയ്തു, ലൈൻമാനായിട്ട്. അതെ, നിനക്കൊരു കത്ത് എഴുതി കൂടെയാണ്. എത്ര കൊല്ലമായി നമ്മൾ കണ്ടിട്ട്. ഏതായാലും ഇനി ഈ സ്ഥലത്ത് നിന്റെ കൂടെ കൂടാൻ ഞാനും ഒന്ന് തീരുമാനിച്ചു. രക്ഷപ്പെട്ടു. എന്താ കുട്ടി? അത് സോറി കേട്ടോ. എന്തോന്ന് സോറി? മൂക്കറിഞ്ഞ് ചതച്ചിട്ടാണോ സോറി? മൂക്കറിഞ്ഞ് ചതച്ച ആര്? അത് അമ്മ. എന്തോന്ന് കുമ്മ? താൻ പറഞ്ഞിട്ടല്ലോ ഞാൻ കേറിയത്. എവിടെ കയറി? അത് തെറ്റിദ്ധരിച്ചത് അമ്മ. എന്ത് തെറ്റിദ്ധാരണ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ക്യാബേജ് വലിച്ചെറിയണം. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ ആണുങ്ങൾ നോക്കും. ഒരു കാര്യം ചെയ്യും, ഒരു ചാക്ക് ക്യാബേജ് വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടു. നാട്ടിലുള്ള ആണുങ്ങളുടെയൊക്കെ മൂക്കറിഞ്ഞ് ചതക്കട്ടെ. എന്താ കാര്യം എന്ന് പറ. ഇത് കണ്ട മൂക്കല്ലേ അത്? അതല്ല, ഈ നീലിച്ച് കിടക്കുന്ന കണ്ട. ഇവളുടെ തള്ള എറിഞ്ഞ് ചതച്ചാണ്. ഇവളെ ഞാൻ കൈ കാണിച്ച് വിളിച്ചെന്നു, അതും പോസ്റ്റിന്റെ മേളിലിരുന്നു. പോയി പറഞ്ഞേക്ക്, ഞാൻ തന്നെ കൈ കാണിച്ച് വിളിച്ചെങ്കിൽ എനിക്ക് തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇടോ, തന്റെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ എനിക്ക് ചങ്കൂറ്റമുണ്ട്. അതിനാരുടെ ഓസാരമൊന്നും വേണ്ട. ശിവ, വേണ്ടി വന്നാൽ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാല് പറ. ശിവ, നീ എന്ത് വിചാരിച്ച? ഇതൊരു സ്ഥാപനമല്ലേ? ബോറായോ? ഇല്ല, മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. ആക്ച്വലി നീ കൈ കാണിച്ച് വിളിച്ച പോട്ടെ പാർവതി, ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ? സംസ്കാരം ഇല്ലാത്തവൻ അത്രയൊക്കെ ഉണ്ടാവും. സോറി പറയാൻ പോയതാ തെറ്റായത്. എന്തൊക്കെയാണ് പറഞ്ഞത്? വേണ്ടി വന്ന എന്നെ കല്യാണം കഴിക്കും പോലും. ഇന്ന് വരട്ടെ കേട്ടെ. ഒന്നും പറയാനൊക്കില്ല. ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതാ അവസാനം പ്രേമത്തിലും വിവാഹത്തിലും ഒക്കെ എത്തുന്നത്. ലേതിക്കൊന്നും മിണ്ടാതെ വരുന്നുണ്ടോ? പ്രേമവും കല്യാണവും ഈ മരമോന്തനോടോ? മരമോന്തയൊന്നുമല്ല, അയാളുടെ മുഖം നല്ലതാ. ഇപ്പൊ അല്പം ചതഞ്ഞു കാണും, ഏറ് കൊണ്ടിട്ട്, അത്രേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. ഒന്നും പറയണമെന്നില്ല. എന്തായാലും നമ്മുടെ അമ്മയുടെ ഏറെത്തിരി കൂടുന്നുണ്ട്. വല്ല ഒളിമ്പിക്സിൽ അയച്ചാലോ? എങ്കിൽ ഒന്നാം സമ്മാനം ഷുവർ. വലത് കാലം വെച്ചിറങ്ങും. എത്രയായി? 20. ഓട്ടോയുടെ വിലയല്ല ചോദിച്ചത്, മീറ്ററിന്റെ ചാര പറഞ്ഞ. ഇത് അവരുടെ വീടല്ലേ? എവരുടെ? എന്നെ എറിഞ്ഞ ആ തള്ളയുടെ മോളുടെ വീടല്ലേ? അതെ. അതിനിപ്പോ എന്താ? ഓ, അത് ശരി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വലിയ വീടാണ്,
വാടക പകുതി ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ വിളിച്ചോണ്ട് വന്നത് ഇങ്ങനെ ഒരു അപകടത്തിലേക്കാണല്ലേ? എന്തപകടം? ആ തള്ള തന്നെ. ഓ, തള്ളയാണോ? അത് സാരമില്ല, നമുക്ക് ഒന്നിച്ച് നേരിടാം. ഒന്നിച്ച് നേരിടാൻ? അതെ, എനിക്ക് ഒരു ലൈൻ ഉണ്ടെന്ന് കൂട്ടിക്കോ. ക്രോസ് ലൈൻ ആകൂടെ? ഏയ്, ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകനായതുകൊണ്ട് പാരലൽ ലൈനേ ആകൂ. ബാ. മനസ്സിലാകുന്ന ഭാഷ പറയടാ. മനസ്സിലാക്കി തരാം. അവളുടെ അനിയത്തി ലക്ഷ്മി. മനസ്സിലായോ? നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോടെ. എപ്പോഴും സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല ശിവ. അതൊക്കെ പോട്ടെ, ആ പെണ്ണിന്റെ അച്ഛൻ എവിടെയില്ലേ? അങ്ങേരെങ്ങാണ്ട് നാട് വിട്ടു പോയതാ. ചത്തുപോയെന്നാ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അതായിരിക്കും ശരി. ആ തള്ളയുടെ സ്വഭാവം അനുസരിച്ച് അയാൾ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ ആത്മഹത്യ ചെയ്ത് കാണും, അല്ലെങ്കിൽ അവര് തന്നെ എറിഞ്ഞു കൊന്നു കാണും.